എല്ലാവർക്കും ബിജാനമ്പർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടിലേക്ക് നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഗരുഡ പ്രീമിയം AC എന്ന ബസ്സിലാണ്. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെല്ലാം തല്ലാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ്സിൽ ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോടേക്കാണ്. നമ്മുടെ അരിപ്രാഞ്ചിയുടെ കാര്യം പറഞ്ഞ പോലെ ഇതിന് ഏതൊക്കെ പേരിട്ടാലും നവകേരള ബസ് എന്നുള്ള പേര് ആരും മറക്കാൻ സാധ്യതയില്ല. നമ്മുടെ നവകേരള സദസ് നടക്കുന്ന സമയത്ത് പയ്യന്നൂർ വെച്ച് ഈ ബസ്സിന്റെ ഓവറോൾ പുറത്തെ ഒരു റിവ്യൂ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലിങ്ക് മുകളിൽ കൊടുക്കാം, ഒന്ന് കയറി കണ്ടു വെക്കുക. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഇന്റീരിയർ കാഴ്ചകളും ബാത്റൂം ഫെസിലിറ്റി, ലിഫ്റ്റ് ഫെസിലിറ്റി, അതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്രയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ബസ് പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് ഇന്നത്തെ യാത്രയിലേക്ക് കിടക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യണത് ബാംഗ്ലൂരിലെ BMTCയുടെ ശാന്തിനഗർ ബസ് സ്റ്റേഷനിൽ നിന്നാണ് നവകേരള ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഔട്ടർ ലുക്കിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ബസ്സിന് വരുത്തിയിട്ടില്ല. KSRTCയുടെ പേര് പോലും കൊടുത്തിട്ടില്ല. വണ്ടിയുടെ നമ്പർ KL15A2689 എന്നുള്ളതാണ്. ഗവൺമെൻറ് ഓഫ് കേരള ലോഗോ ഉണ്ട്. അതുപോലെ ബോർഡ് അഡീഷണലായിട്ട് വെച്ചിട്ടുണ്ട്. കോഴിക്കോട് ബാംഗ്ലൂർ ബോർഡ് വെച്ചിട്ടുണ്ട്. ബാക്കി ലുക്ക് വൈസ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഫ്രണ്ട് ലുക്കിൽ കൊണ്ടുവന്നില്ല. ഇപ്പോൾ KSRTCയുടെ ആദ്യത്തെ ഭാരത് ബെൻസ് ബസ്സും അതുപോലെ പ്രകാശിൻ്റെ കപ്പല്ല ലുക്കിൽ ഇറങ്ങിക്കുന്ന ബസ്സാണ് നവകേരള ബസ്. ബാക്കി സൈഡിലെ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ആ ചോക്ലേറ്റ് കളറിൽ ഗോൾഡിൽ ചെയ്തിട്ടുള്ള ഐക്കോണിക് എംബ്ലംസ് കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. കേരള ഗോഡ്സ് കണ്ടിയുടെ എംബ്ലം ഉണ്ട്. അതുപോലെ കേരളത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരുപാട് ഐക്കോണിക് സംഭവങ്ങൾ ഇവിടെ ഫുള്ളായിട്ട് അവിടെ വരെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗോൾഡനിലുള്ള ലൈന് കാര്യങ്ങൾ ഒരു ഡയമണ്ടൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുള്ള ലിവറി ഡിസൈനാണ്. വീൽ കപ്പ് ചോക്ലേറ്റ് കളർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ക്രോമിൻ്റെ വീൽ കപ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് ഡോറിലാണ് ലിഫ്റ്റ് ഫെസിലിറ്റി ഉള്ളത്. ബാക്ക് ഡോറ് നോർമൽ ഡോറാണ്. ബാക്ക് വേസ് ലുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രകാശിൻ്റെ കപ്പല്ലയുടെ അടിപൊളി ബാക്ക് ലുക്ക്, ഗവൺമെൻറ് ഓഫ് കേരളയുടെ ലോഗോ, ഭാരത് ബെൻസിൻ്റെ ലോഗോ, ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡ്രൈവർ ക്യാബിൻ്റെ ലുക്ക്. ഭാരത് ബെൻസിൻ്റെ നല്ല കിടക്കാച്ചി സ്റ്റിയറിംഗ് വീല് കാണാം. ഡ്രൈവറിൻ്റെ നല്ല അടിപൊളി ഷോക്ക് അബ്സർ സപ്പോർട്ടുള്ള സീറ്റ്സാണ്. അതുപോലെ ഫാന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ ഒരു ക്യാബിൻ സെപ്പറേഷൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഫയർ എക്സ്റ്റിംഗ്വിഷർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബോണറ്റേരി സെറ്റ് ചെയ്തിട്ട് ഗിയർ ലിവർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ക്യാമറ, ഇവിടെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു സിൽവർ കളറിൽ ചെയ്തിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ടുള്ളത്. ഇവിടെ ഡ്രൈവർക്കായിട്ട് ഷെയ്ഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ ക്ലോക്ക് കാര്യങ്ങൾ കാണാം. മുഖ്യമന്ത്രി ഇരുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിലായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നത്. അവിടെ ഇപ്പോൾ 2 റോ സീറ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ കർട്ടൻസൊക്കെ നല്ല കിടക്കാച്ചി കർട്ടൻസാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ ഒരു വുഡ് ടച്ചുള്ള ഇൻറ്റീരിയറാണ് ഇതിൻ്റെ സൈഡ് പോർഷൻസൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളൊക്കെ സൈഡിൽ വന്നിട്ടുണ്ട്. ഇത്രയും പോർഷൻസൊക്കെ നല്ല നീറ്റായിട്ടുള്ള ഒരു വുഡ് ടച്ചുള്ള ഒരു ഇൻറ്റീരിയേഴ്സാണ്. ഇതിൻ്റെ ക്യാബിനിലേക്ക് നോക്കുകയാണെങ്കിൽ TV യൂണിറ്റ് വന്നിട്ടുണ്ട്. താഴെയായിട്ട് ഇത് അവിടെ ഒരു ഹോം തിയേറ്റർ പോലെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. പ്ലഗ് പോയിൻറ്റ്സ് ഇവിടെ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത്രയും പോർഷനിൽ ബെർത്ത് വരുന്നില്ല. അതിന് ശേഷമാണ് 2 സൈഡിലായിട്ട് ബെർത്തുകൾ കൊടുത്തിട്ടുള്ളത്. ഈ 2 പോർഷനിൽ നല്ല അത്യാവശ്യം നല്ല എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ബെർത്തുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ AC വെൻറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിലാണ് വന്നിട്ടുള്ളത്. റീഡിങ് ലാംപ്സ്, AC വെൻ്റൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ക്ലസ്റ്ററിലാണ് ആ സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. സീറ്റുകൾ ഗ്യാങ് വേയിൽ നിന്നൊരു പ്ലാറ്റ്ഫോം പൊങ്ങിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. താഴെ കൂടെ 2 സൈഡിലായിട്ടും സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗോൾഡൻ തീമിലാണ് ഇതിൻ്റെ ഒരു റൂഫ് സെറ്റ് ചെയ്തിട്ടുള്ളതല്ലേ. ഇവിടുത്തെ എമർജൻസി ഹാച്ച് ആ ഒരു ഗോൾഡൻ കളറിനോട് ചേർന്ന് നിൽക്കുന്ന കളറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇത്രയധികം ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടും ആ ഒരു ഗോൾഡൻ്റെ ഒരു ടച്ച് ഇത്രയും പോർഷനിൽ വന്നിട്ടുണ്ട്.
ഇവിടെ AC വെൻ്റ് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് കണ്ട പോലെ തന്നെ ഫ്രണ്ട് ഡോറിലാണ് ലിഫ്റ്റിൻ്റെ ഓപ്പറേഷൻസ് വരുന്നത്. മുഖ്യമന്ത്രി ഇറങ്ങിക്കൊണ്ടുന്ന ഈ ഒരു പോർഷനിലാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സ്വിച്ച് വരുന്നത്. ആ പോർഷനിലാണ് അതിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സീറ്റിൻ്റെ കംഫർട്ടോടെ നോക്കിയാൽ ഇതാണ് സീറ്റുകൾ എങ്ങനെയാണ് ഉണ്ടാവുക. ഒരു 2 സൈഡിൽ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിക്ലൈനിങ് ഇത്രയും ഒരു റിക്ലൈനിങ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഈ സീറ്റിന് ലെഗ് സപ്പോർട്ട് വന്നിട്ടില്ല, പക്ഷേ ബാക്കിയുള്ള സീറ്റുകൾക്കൊക്കെ ലെഗ് സപ്പോർട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സീറ്റിൻ്റെ ഒരു കംഫർട്ട് വരുന്നത്. ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ്സ് ഉണ്ടല്ലോ, ആ ഒരു പോർഷനിലൂടെ ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ പോയിട്ടുണ്ട്. രാത്രി നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ ഒരു സൈഡ് പോർഷൻ ഫുള്ളായിട്ട് ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീറ്റിൻ്റെ ഒക്കെ സെൻട്രൽ പോർഷനിലായിട്ട് ചാർജിങ് പോർട്ട് എല്ലാ സീറ്റിനും വരുന്നുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ബാക്ക് ഡോറ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വേസ്റ്റ് ബിന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാത്റൂം ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ 26 പുഷ് ബാക്ക് സീറ്റുകളാണ് ഇതിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ ലഗേജ് വെക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിലൊക്കെ വരുന്നുണ്ട്. ബെർത്തിനും നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്. ബാഗുകളൊക്കെ അത്യാവശ്യം അതിനുള്ളിൽ കൊള്ളും. ഇതിന് ശേഷം ഒരു ഡോറാണ് വരുന്നത്. ഇതിന് ഡോറിൻ്റെ അപ്പുറത്തായിട്ടാണ് വാഷ്റൂമും അതുപോലെ ബാക്ക് ഡോറും കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ വേറെ ടൈപ്പിലുള്ള ഒരു ACPയിലാണ് ഇതിൻ്റെ ഈ ഒരു പോർഷൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 2 ഡുവൽ ടോൺ വരുന്ന ഒരു ACPയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആണ് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോർ വരുന്നത്. പ്ലഗ് പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഇതിൻ്റെ മെയിൻ സ്വിച്ച് കാര്യങ്ങൾ ഫ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു പോർഷനിലാണ്. അതാണ് ബാക്ക് ഡോറിൻ്റെ പൊസിഷൻ വരുന്നത്. പുറത്തേക്ക് സ്ലൈഡ് ചെയ്യുന്ന ഡോർസാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. കൈവരി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ബാത്റൂം ഫെസിലിറ്റീസാണ്. ഇവിടെ ആയിട്ടൊരു സിങ്ക് കാര്യങ്ങൾ കൈ കഴുകാനുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു പോർഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു മിറർ ഇത്രയും പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ പോർഷനിലാണ് വണ്ടിയുടെ ടോയ്ലറ്റ് ഫെസിലിറ്റി വരുന്നത്. ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 കാര്യം സാധിക്കുമെന്ന് വിചാരിക്കരുത്. യൂറിനൽസ് മാത്രമേ ഇതിനകത്ത് അലോ ചെയ്തിട്ടുള്ളൂ. യൂറിനലിനുള്ളിയാണ്. 2ഉം ഇതിനകത്ത് സാധിക്കില്ല. എല്ലാ ബസ്സുകളും അങ്ങനെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇതിനുള്ളിലും ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ക്ലോസറ്റ് ഏരിയ വരുന്നത്. അതുപോലെ പൈപ്പ് ഗണ്ണ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് കഴിഞ്ഞ ദിവസം ആരോ അത് ഇങ്ങോട്ട് ഇളക്കിയെടുത്തിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ദയവായിട്ട് ഇത്തരം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബസ്സുകൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നശിപ്പിക്കുക എന്നുള്ള പരിപാടി നിങ്ങൾ ദയവായി ഇത് ചെയ്യരുത്. ഇതാണ് ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ. അപ്പോൾ ഇത് നമ്മൾ മൂത്രം വയ്ക്കാൻ വേണ്ടി മാത്രമേ ഈ ഒരു ക്ലോസറ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. വേറെ കാര്യത്തിന് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ലിഫ്റ്റിൻ്റെ ഓപ്പറേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് ഇങ്ങനെ പോകും. മുകളിലേക്കുള്ള സ്വിച്ച് പ്രസ് ചെയ്ത് പിടിക്കണം. അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നമ്മുടെ ലിഫ്റ്റ് പൊങ്ങിക്കൊണ്ടിരിക്കും. അതിനുശേഷം അതൊരു ലെവൽ വരെ എത്തും. അതിനുശേഷം അവിടെ നിൽക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഫ്ലോറിലേക്ക് കയറാൻ പറ്റും. പിന്നെ താഴേക്ക് ഇറങ്ങേണ്ടി വരുമ്പോൾ നമുക്ക് താഴേക്കുള്ള ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ലിഫ്റ്റ് താഴേക്ക് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ലിഫ്റ്റിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതിപ്പം ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ സാരഥിയെ പരിചയപ്പെടാം. ചേട്ടാ പേര്? ഷനോജ്. വീട് എവിടെയാ? കോട്ടയത്താണ്. ഏത് ഡിപ്പോയിലാണ്? ഞാൻ പാലാ ഡിപ്പോയിലായിരുന്നു. കോഴിക്കോട്ടേക്ക് വന്നു അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് യാത്രയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് കണ്ടക്ടറെ കൂടെ പരിചയപ്പെടാം. ചേട്ടാ പേര്? അബുസലാം. വീട് എവിടെയാ? അബ്ദുസലാം അല്ലേ? വീട് കാരന്തൂർ. കോഴിക്കോട് ഇപ്പോൾ തന്നെയാണോ? ഓക്കെ. നൈസ് ടു മീറ്റ് യു. 2023 നവംബർ മാസം 18 മുതൽ 2024 ജനുവരി മാസം 2 വരെയാണ് മുഖ്യമന്ത്രിയും 21 ക്യാബിനറ്റ് മന്ത്രിമാരും നവകേരള സദസ്സനായിട്ട് ഈ ബസ് ഉപയോഗിച്ചിരുന്നത്. ഈ കാലയളവിൽ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ
140 മണ്ഡലങ്ങളിലൂടെയാണ് ഈ ഒരു ബസ് കടന്നു വരുന്നത്. കേരളത്തിൽ പ്രശസ്തിയും കുപ്രസിദ്ധിയും ഒരുപോലെ നേടിയ ഒരു ബസ്സായിരുന്നു നവകേരള ബസ്. കൂടുതൽ ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ നമുക്ക് ബസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നവകേരള സദസ്സിനായിട്ട് ഈ ബസ് ഓടുമ്പോൾ 4 ഡ്രൈവർമാരായിരുന്നു KSRTCയുടെ വക ഈ ബസ്സിന് ഉണ്ടായിരുന്നത്. അതിലെ ഒരാളാണ് ഇന്നത്തെ നമ്മുടെ സാരഥി ഷനോജേട്ടൻ. ഡ്രൈവർ കം കണ്ടക്ടർ പാറ്റേണിലാണ് ഈ ബസ്സിൻ്റെ സർവീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഡ്രൈവറും ഒരു കണ്ടക്ടറും എന്ന രീതിയിലേക്ക് മാറ്റുവാനായിട്ട് KSRTC ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അത് ഈ സർവീസിനെ വിപരീതമായിട്ട് ബാധിക്കുവാനായിട്ടാണ് സാധ്യത കൂടുതലുള്ളത്. കോഴിക്കോട് നിന്ന് വെളുപ്പിനെ 4 മണിക്ക് പുറപ്പെടുന്ന ബസ് ബാംഗ്ലൂരിൽ 11:30-നും 2:30-നും തിരിച്ചു പുറപ്പെടുന്ന ബസ് കോഴിക്കോട് 10 മണിക്കുമാണ് എത്തിച്ചേരുന്നത്. വണ്ടി 2:30 ശാന്തിനഗറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശാന്തിനഗർ BMTC ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കർണാടക RTCയുടെ ഡിപ്പോട്ടിൽ നിന്നും ബസ് ബാത്റൂം അടക്കം ക്ലീൻ ചെയ്തിട്ടാണ് 2:30 യാത്രയ്ക്കായിട്ട് ഒരുങ്ങി വരുന്നത്. ശാന്തിനഗർ ബസ് സ്റ്റാൻഡിന് ശേഷം ബാംഗ്ലൂരിലെ അടുത്ത ബോർഡിംഗ് പോയിൻ്റ് വരുന്നത് സാറ്റലൈറ്റ് ബസ് സ്റ്റേഷനിലാണ്. നമ്മുടെ കേരള RTCയുടെ മുക്കാൽ ഭാഗത്തോടുള്ള ബാംഗ്ലൂർ സർവീസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂരിലെ സാറ്റലൈറ്റ് ബസ് സ്റ്റേഷനിൽ നിന്നാണ്. നമ്മുടെ ഗരുഡ, സ്വിഫ്റ്റ് ഡീലക്സ്, ഗരുഡ മഹാരാജ, ഇപ്പുറത്ത് കുറേ വണ്ടികളൊക്കെ ഉണ്ട്. സാറ്റലൈറ്റിൽ നിന്നും അത്യാവശ്യം ആളുകൾ കയറാനുണ്ട്. ഇത് സ്വിഫ്റ്റിൻ്റെ ഗരുഡ പ്രീമിയം AC സീറ്ററാണ്. ഇതാണെങ്കിൽ KSRTCയുടെ ഗരുഡ പ്രീമിയം AC സീറ്റർ. ഫുള്ളാണോ? അതെ, മൈസൂർ ഇറങ്ങാനും കയറാനും മൈസൂർ കയറാം. 2:50 ബസ്സിൻ്റെ സാറ്റലൈറ്റ് ബസ് സ്റ്റേഷനിലെ ബോർഡിംഗ് ടൈമും. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുവാൻ ശ്രമിക്കുക. കാരണം 20 മിനിറ്റോളം 2 പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വൈകേണ്ടി വന്നു. നമ്മുടെ വണ്ടി വട്ടം കൊണ്ടിട്ട് ചുമരം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മറ്റേ അശ്വത കൊണ്ടിട്ടൊക്കെ പോയിരുന്നു. ബസ് സാറ്റലൈറ്റിൽ തന്നെ ഫുള്ള് സീറ്റിംഗ് ആയിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നത് ഏറ്റവും ഫ്രണ്ടിലെ സീറ്റിലാണ് കേട്ടോ. നേരെ മുമ്പിൽ നല്ല വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കെങ്കേരി BMTC ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. കോഴിക്കോട് ഭാഗത്തേക്കുള്ള മിക്ക കേരള RTC ബസ്സുകൾക്കും കെങ്കേരിയിലൊരു ബോർഡിംഗ് പോയിൻ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മുടെ ഗരുഡ പ്രീമിയത്തിന് അടുത്ത ബോർഡിംഗ് പോയിൻ്റ് വരുന്നത് മൈസൂർ ബസ് സ്റ്റേഷനാണ്.
മൈസൂർ റോഡ് ടോൾ ഗേറ്റ് ക്രോസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പുതിയ വണ്ടികൾ റിവ്യൂ ചെയ്യുമ്പോൾ പറയാറുള്ള പോലെ തന്നെ ഈ വണ്ടിയും 80 കിലോമീറ്ററിൽ ലോക്കാണ്. അതുകൊണ്ട് സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കൃത്യസമയത്ത് വണ്ടി ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതല്ല. ഏറ്റവും ബാക്ക് സീറ്റിലിരിക്കുന്ന യാത്രക്കാരോട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ബാക്ക് സീറ്റിൽ കംഫർട്ടിന് യാതൊരു കുറവുമില്ല, എടുത്തടി കാര്യങ്ങളൊന്നും ഏറ്റവും ബാക്കിൽ നിന്നിട്ടും അവർക്ക് അനുഭവപ്പെട്ടില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. വണ്ടി DC ആയിട്ട് ഓടുന്നതുകൊണ്ട് തന്നെ ഇനി ക്രൂ ചേഞ്ചാണ്. നമ്മുടെ ഡ്രൈവർ ഷനോജേട്ടൻ മാറി ഇനി ആ പ്ലേസിലേക്ക് ഡ്രൈവറായിട്ട് അബ്ദുൾ സലാമിക്കയാണ് ഇനി വണ്ടി ഓടിക്കാൻ പോകുന്നത്. മിക്ക RTCകളിലും ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനം വിജയകരമായി നടപ്പാക്കിയെങ്കിലും കേരള RTCയിൽ പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല. ഈ വലത് സൈഡിൽ കാണുന്നതാണ് മൈസൂർ KSRTC ബസ് സ്റ്റേഷൻ. ബസ് ഫുള്ളായതുകൊണ്ടും നമുക്ക് ബോർഡിങ്ങും ഡ്രോപ്പ് ഓഫും ഒന്നും ഇല്ലാത്തതുകൊണ്ടും നമ്മൾ മൈസൂർ ബസ് സ്റ്റാൻഡ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഇന്ന് പോകുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ബോർഡിങ്ങും ഡ്രോപ്പ് ഓഫ് ഉണ്ടെങ്കിൽ മൈസൂർ ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടാണ് ബസ് സർവീസ് നടത്തുക. കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർ പോകുന്ന ട്രിപ്പിലും ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് പോകുന്ന ട്രിപ്പിലും നമുക്ക് ചാമുണ്ഡി ഹിൽസും അതുപോലെ മൈസൂർ പാലസും ഒക്കെ പകൽ വട്ടത്തിൽ കാണാമെന്ന പ്രത്യേകതയും ഈ ഒരു സർവീസിനുണ്ട്. ഈ വലത്തേക്ക് പോകുന്ന റോഡാണ് മംഗലാപുരം റോഡ്. ഈ റോഡിലൂടെ തന്നെയാണ് മാനന്തവാടി കുട്ട റോഡിലൂടെ വരുന്ന ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നത്. ഈ വഴിയുണ്ട് കൊല്ലകൽ പോണത് നേരെ നഞ്ചങ്കോട്. ഇത് തൊട്ടടുത്തൊരു റെയിൽവേ ലൈൻ പോകുന്നുണ്ട്. ഈ റെയിൽവേ ലൈനാണ് മൈസൂർ നഞ്ചങ്കോട് റെയിൽപാത. ഈ റെയിൽപാതയിലേക്കാണ് നിലമ്പൂരിൽ നിന്നുള്ള റെയിൽ കണക്ഷൻ കൊടുക്കണമെന്ന് കാലങ്ങളായിട്ട് പറയുന്നത്. കോഴിക്കോട് ബാംഗ്ലൂർ ഗരുഡ പ്രീമിയമാണ് നമ്മുടെ ഓപ്പോസിറ്റ് ആണ്. സ്വിഫ്റ്റിൻ്റെ ഗരുഡ പ്രീമിയം.
അഞ്ചുങ്ങോട് ടൗണ്. വൈകുന്നേരം ചായ കുടിക്കാനുള്ള ബ്രേക്ക് വരുന്നത് ഗുണ്ടൽപേട്ടിൽ നമ്മുടെ KSRTCയിലൊക്കെ നിർത്താറുള്ള ആ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഗുണ്ടൽപേട്ട് ടൗണ്. നമ്മൾ ഗുണ്ടൽപേട്ടിനാണ് നമുക്ക് ഈവനിങ് ബ്രേക്ക് ഉള്ളത് കേട്ടോ. ബന്ദിപ്പൂര് പോലീസ് ചെക്ക് പോസ്റ്റ്. പോവില്ല. നമ്മൾ ബന്ദിപ്പൂര് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യാണ്. സമയം 7:30 കേട്ടോ. നമ്മൾ 9 മണിയാകുമ്പോൾ ഇത് ക്ലോസ് ചെയ്യും. ബന്ദിപ്പൂര് ടൈഗർ റിസർവ് എക്സിറ്റ് ചെയ്യാണ്. ഇനി ബത്തേരി 20 കിലോമീറ്റർ, കോഴിക്കോട് 118 കിലോമീറ്റർ. കർണാടക കേരള ബോർഡർ. വെൽക്കം ടു വയനാട് വൈൽഡ് ലൈഫ് സെഞ്ചുറി. മുന്നോട്ട് പോട്ടെ എല്ലാം നമ്മൾ പോയിട്ട് കാര്യമില്ല. പുറകില് ഒഴിവിലേക്ക് പോകണം. മെയിൻ റോഡിൽ നിന്നും KSRTC സുൽത്താൻ ബത്തേരി ഡിപ്പോയിലേക്ക് തിരിയുന്ന വഴി കുറച്ച് ഇടുങ്ങിയതുകൊണ്ട് വലിയ ബസ്സുകൾ വളയ്ക്കാൻ കുറച്ച് പാടാണ്.
ബത്തേരി ഡിപ്പോ, സുൽത്താൻ ബത്തേരി. നമ്മൾ ചുരം ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ ഒരു KSRTC സൂപ്പർ ഫാസ്റ്റ് വഴിയിൽ കേടായി കിടപ്പുണ്ട്. ഈ ഒരു ബസ് ഇവിടെ കേടായി തന്നെ ചുരത്തിലുള്ള ബ്ലോക്കിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട, അങ്ങ് താഴെ വരെ ബ്ലോക്കായിരിക്കും. താമരശ്ശേരി ഡിപ്പോ. രാജ്മൽ മുഹമ്മദ്, കോഴിക്കോട് നടക്കാവുന്ന സീറ്റുള്ള നല്ലതുണ്ട്, പക്ഷെ ഫെയർ കുറച്ച് കൂടുതലാണ്. ടോയ്ലറ്റ് എന്നതാണ് മെയിനായിട്ട് ഹൈലൈറ്റ്. പാസഞ്ചേഴ്സ് എന്ന റിവ്യൂ അനുസരിച്ച് ബസ് ഫെയർ വളരെയധികം കൂടുതലാണ്. ടോയ്ലറ്റ് ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇത്രയൊരു റേറ്റ് ഈ ബസ്സിന് വാങ്ങേണ്ട ആവശ്യമില്ല. ഈ റൂട്ടിലോടുന്ന മറ്റ് ബസ്സുകൾക്ക് 600-700 റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. വണ്ടി മെയിൻ്റനൻസിനായിട്ട് ഗ്യാരേജിൽ കയറ്റിയിട്ടേക്കാണ്. ഇപ്പോൾ അങ്ങനെ നമ്മൾ കോഴിക്കോട് KSRTC ഡിപ്പോയിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 1 hour ലേറ്റ് ആയിട്ടുണ്ട്.
11 മണിയോടുകൂടിയാണ് നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ബസ്സിൻ്റെ സമയം വരുന്നത് വെളുപ്പിനെ 4 മണിക്കാണ് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് 2:30 കോഴിക്കോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ പുതിയ വിശേഷങ്ങളുണ്ട്, നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജ്നലംപൂർ.